യേശുപ്പായോട് ഇന്ന് രാവിലെ ഒന്ന് പറഞ്ഞേ, ദൈവമേ, ഈ ദൂത് ഇന്ന് രാവിലെ എന്നോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടായി മാറേണ്ടതിന് പരിശുദ്ധാത്മാവാം ദൈവം ഇന്ന് പകലിൽ എന്താണോ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെ സ്വീകരിപ്പാൻ ഞാൻ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നെന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ദൈവമക്കളും ഒരു നിമിഷം കർത്താവപ്പിച്ചൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കൃപ പ്രാപിച്ചവരുടെ മുമ്പിലാണ് ഇന്ന് രാവിലെ ഞാൻ നിൽക്കുന്നത്. ഓരോരുത്തരുടെ മേലും വ്യാപരിക്കുന്ന അഭിഷേകം ഉന്നതമാണ്. ഓരോരുത്തരുടെ മേലുള്ള നിയോഗങ്ങൾ വ്യത്യസ്തമാണ്. നാം ഒരുമിച്ച് ആത്മാവിൽ ആരാധിച്ചാൽ വലിയ കാര്യങ്ങൾ സംഭവിക്കും. തിരുവെഴുത്ത് പറയുന്നത് 1,000 ഇരുവർ 10,000 എന്നാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും പേർ ഒരുമിച്ചിരുന്ന് ആത്മാവിലൊന്ന് പോരാടിയാൽ ആത്മമണ്ഡലത്തിൻ്റെ നടുവിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കുക സാധ്യമാണ്. തിരിച്ചറിവുള്ള ദൈവമക്കളെല്ലാം വായികളൊന്ന് തുറന്ന് അല്പനിമിഷങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച്, അധരം തുറന്ന് അല്പനിമിഷങ്ങൾ ദൈവത്തോടൊന്ന് സംസാരിച്ച്, കർത്താവിൻ്റെ ദാസൻ എനിക്ക് മുമ്പേ ഓർപ്പിച്ചതുപോലെ അന്യഭാഷ പറയുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നുവെന്നാണ് വചനം. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. ആത്മാവിൽ നീ സംഭാഷിക്കുന്നതാണ് നിൻ്റെ ആത്മാവിൻ്റെ കരുത്തായി മാറുന്നത്. ഇന്ന് രാവിലെ ആ വെളിപ്പാടകത്തുള്ള ദൈവമക്കളുടെ അധരങ്ങളെല്ലാം ചലിച്ചു തുടങ്ങട്ടെ. ഇതുവരെ നീ സംസാരിച്ചിട്ടില്ലാത്ത നിലയിൽ ആത്മാവിൽ ദൈവത്തോട് നീ ഒന്ന് സംസാരിക്കുക. ഇതുവരെ പറയാത്ത ഭാഷകൾ ദൈവാത്മാവ് നിന്റെ അധരത്തിൽ പകർന്നു തരട്ടെ. ഉടമനഗജന ഹടഗദലഗജന അർത്ഥഘടക ശബ്ദരാജഗദന വർദ്ധന കർമ്മവാദി എല്ലാ വായികളും തുറന്നേ. ചെറിയവർ തൊട്ട് വലിയവർ വരെ ആത്മാവിലൊന്ന് പോരാടി പ്രാർത്ഥിച്ച് ആത്മമണ്ഡലത്തിൽ അസാധാരണമായ വിടുതലുകൾ നടക്കട്ടെ. ഇന്ന് പകലിൽ അസാധാരണമായ ദൈവപ്രവർത്തികൾക്ക് ഈ ദൈവസഭ സാക്ഷ്യം വഹിക്കട്ടെ. നിന്റെ കൂടാരത്തിൻ്റെ അകത്ത് ഇന്ന് രാവിലെ ദൈവമഹത്വം ഇറങ്ങിച്ചെല്ലട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ജയം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം, അങ്ങയുടെ കൃപയ്ക്കായി നന്ദി. അങ്ങയുടെ ജനത്തോട് അങ്ങ് ഇടപെടണമേ. ദൈവം എന്ന തിരുവഴുത്തിനായി സ്തോത്രം. ഈ വചനത്തിൻ്റെ ആഴങ്ങൾ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചു നൽകണമേ. ദൈവം അതിനെ ഇന്ന് പകലിൽ ജനത്തിൻ്റെ അകത്തേക്ക് പകർന്നു കൊടുക്കുന്നതിനായി സ്തോത്രം. വചനവും ജീവനും ഇന്ന് രാവിലെ ഞങ്ങളുടെ നടുവിൽ ചലിക്കട്ടെ. ഞങ്ങളുടെ ബലഹീനതകളെ മാറ്റുന്ന ബലവാന്റെ കരം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു നിൽക്കുന്നതിനായി സ്തോത്രം. വലിയ ദൈവകൃപ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം ഇന്ന് രാവിലെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഉയർത്താൻ ഒറ്റ നാമമേ ഞങ്ങൾക്കുള്ളൂ. കർത്താവേ, ഒരു ജഡവും ഉയരരുത്. കർത്താവിൻ്റെ നാമം ഇന്ന് രാവിലെ ഉയരട്ടെ. ദൈവമഹത്വം ചലിക്കുന്നല്ലോ. ജനത്തെ തൊടണമേ. വ്യക്തിപരമായ ദൈവശബ്ദങ്ങളുടെ പ്രകാശനങ്ങൾ ഇന്ന് രാവിലെ തുറക്കപ്പെടണമേ. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെയും സ്വർഗമറിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ പ്രവൃത്തി അയക്കാൻ ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതം കർത്താവ് ചെയ്യും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പരിശുദ്ധ പിതാവേ. കലം ചേർത്ത് തട്ടിയൊന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. കർത്താവിൻ്റെ നന്ദിയോടെ സ്തോത്രം. വിശുദ്ധ റോമാലേഖനം അപ്പോസ്തലനായ പൗലോസ്ലീഹായുടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണെന്ന് നമുക്കൊരോരുത്തർക്കും അറിയാം. ദൈവസഭയ്ക്ക് 114 ലേഖനങ്ങൾ പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവ് കരങ്ങളിലെടുത്ത അനുഗ്രഹീതനായ ദൈവമനുഷ്യനാണ് കർത്താവിൻ്റെ ദാസനായ പൗലോസ്ലീഹ. പൗലോസ്ലീഹായുടെ എഴുത്തുകൾ വളരെ ആഴമുള്ളതാണ്. പത്രോസ് പോലും അതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു സാധാരണ മനുഷ്യന് ഗ്രഹിക്കുക വളരെ പ്രയാസമാണെങ്കിലും ദൈവവചനത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവർ അതിനെ കൂട്ടിക്കളയുന്നു എന്ന് പത്രോസിൻ്റെ ലേഖനത്തിൻ്റെ അകത്ത് പത്രോസ്ലീഹ പങ്കുവെക്കുന്നു. എന്ന് പറഞ്ഞാൽ വളരെ ആഴമായ അനുഭവങ്ങളുടെ, ആത്മീയ അനുഭവങ്ങളിലൂടെ പൗലോസിനെ ദൈവം കടത്തിവിട്ടു. ആരുടെ മേലും പകരാത്തത് പൗലോസിൻ്റെ ഉള്ളിൽ ദൈവം പങ്കുവെക്കാനിടയായി തീർന്നു. റോമാലേഖനം നമുക്കറിയാം. ഈ ദൈവസഭ വചനത്തിലൊട്ടും കുറവുള്ള ദൈവസഭയല്ല. എനിക്ക് നല്ല ബോധ്യമുണ്ട്. റോമിലെ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവാം ദൈവം പങ്കുവെക്കുന്ന 1-2 കാര്യങ്ങൾ നമുക്ക് ഈ റോമാലേഖനത്തിനകത്ത് വളരെ ഗൗരവമായി കാണാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം.
ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊള്ളുവാനുള്ള സാവകാശം, അവസരം റോമിലെ ദൈവമക്കൾക്ക് ലഭിക്കാത്തതുകൊണ്ട് സുവിശേഷത്തിൻ്റെ ഗൗരവമായ വെളിപ്പാടുകളെ ഈ റോമിലെ ദൈവമക്കളോട് പങ്കുവെക്കുവാൻ പൗലോസ് ഈ പുസ്തകത്തിലൂടെ ശ്രമിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രധാനമായും 3 വിഷയങ്ങളാണ് ഈ ലേഖനത്തിനകത്ത് പ്രതിപാദ്യ വിഷയമായിരിക്കുന്നത്. നമുക്ക് ഇവർക്കും അറിയാം. അത് വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വാസത്താലുള്ള വിശുദ്ധീകരണം, വിശ്വാസത്താലുള്ള തേജസ്കരണം. 3 വിഷയങ്ങളാണ് പൗലോസ്ലീഹ പ്രധാനമായി ഈ ലേഖനത്തിലൂടെ പങ്കുവെക്കുന്നത്. റോമിലെ ദൈവമക്കളെ ഓർക്കുമ്പോൾ പൗലോസിന് സ്തോത്രം ചെയ്യാൻ വകയുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. റോമിലെ ദൈവമക്കളെക്കുറിച്ച് പൗലോസ് സ്തോത്രം ചെയ്യുമ്പോൾ പൗലോസ് എടുത്തു പറയുന്നൊരു കാര്യം ഇവരിലെ വിശ്വാസത്തെക്കുറിച്ചാണ്. പൗലോസ് ഇങ്ങനെയാണത് പങ്കുവെക്കുന്നത്: നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ റോമിലെ ദൈവമക്കൾ അവർക്കൊരുപാട് അറിയാൻ അവസരം കിട്ടിയില്ലെങ്കിലും അവരറിഞ്ഞതിൽ അവർ വിശ്വാസമുള്ളവരായിരുന്നു. ഒരുപാട് അറിയുന്നതിൽ വലിയ കാര്യമില്ല. ഇന്ന് രാവിലെ അറിഞ്ഞതിനകത്തൊരു വിശ്വാസം വ്യാപരിക്കപ്പെടുമ്പോഴാണ് അത് വിടുതലായി വെളിപ്പെട്ടു വരുന്നത്. ആരാ ഇന്ന് രാവിലെ ആ ദൂതിനോടൊക്കെ ഒന്ന് പ്രതികരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് പകലിൽ നിന്റെ അകത്തു വീഴുന്ന ദൈവ ശബ്ദത്തെ നീ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോഴാണ് അത് വിടുതലായി വ്യാപരിക്കപ്പെടുന്നത്. അങ്ങനെ വിശ്വസിച്ചു വന്നവളാണ് തൊങ്ങലെ പിടിച്ച് സൗഖ്യമായ സ്ത്രീ എന്ന് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ഇന്ന് രാവിലെ കേട്ടതിനെ വിശ്വസിച്ച് കർത്താവിനോട് പ്രതികരിക്കാൻ തയ്യാറായാൽ നീ വന്നതുപോലെ ഇന്ന് രാവിലെ മടങ്ങത്തില്ല. നിന്നെ തൊടുന്നൊരു കരം ഇതിനകത്തിന്ന് പകലിൽ വെളിപ്പെട്ട് നിൽക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവൻ്റെ മേലാണ് ആ വിടുതൽ ചലിച്ചു തുടങ്ങുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. റോമിലെ ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ആ സഭയോട് പങ്കുവെക്കുന്ന പൗലോസിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വലിയ ആഗ്രഹം നമുക്ക് ഈ ലേഖനത്തിനകത്ത് കാണാൻ കഴിയും. ഇത് മറ്റൊന്നുമല്ല, ഈ ദൈവസഭയിലുള്ള ദൈവമക്കളെ പൗലോസ് ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സഭ സന്ദർശിക്കാൻ പൗലോസിന് താല്പര്യമുണ്ട്. അത് ചുരുങ്ങിയ നാളുകൊണ്ട് പൗലോസിൻ്റെ ഉള്ളിലുണ്ടായ ഒരു ചിന്തയല്ല, ദീർഘകാലങ്ങളായി പൗലോസിൻ്റെ ഉള്ളിലുണ്ടായ ഒരു താല്പര്യമാണ്. റോമിൽ പോകണം, റോമിലെ ദൈവമക്കളെ കാണണം. എന്നാൽ പൗലോസ് ആഗ്രഹിച്ച സമയത്തൊക്കെ പൗലോസിന് ആ യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല. പൗലോസ് പറയുന്നത്, നിങ്ങളുടെ അടുക്കൽ വരാൻ പലപ്പോഴും ഭാവിച്ചെങ്കിലും മുടക്കം വന്നുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. റോമലേഖനം 1-ാം അധ്യായത്തിൽ അതുകൊണ്ട് പൗലോസ് പറയുന്നു, മുടക്കം വന്നുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. പൗലോസിൻ്റെ യാത്ര മുടങ്ങിയ പല ഭാഗങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. പ്രവർത്തികളുടെ പുസ്തകത്തിൻ്റെ 16-ാം അധ്യായത്തിൽ പൗലോസ് പങ്കുവെക്കുന്നു, ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധയാത്മാവ് വിലക്കി. ദൈവത്തിന് സ്തോത്രം. ബിഥുന്യയ്ക്ക് പോകാൻ ശ്രമിച്ചു, എന്നാൽ ആത്മാവോ സമ്മതിച്ചില്ല. യാത്രകൾ മുടങ്ങിയിട്ടുണ്ട് പൗലോസിൻ്റെ. ആസിയയിലേക്കുള്ള യാത്ര തടയപ്പെട്ടു, ബിഥുന്യയിലേക്കുള്ള യാത്ര മുടക്കപ്പെട്ടു. ഹല്ലേലൂയ. തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരാൻ ആഗ്രഹിച്ചെങ്കിലും സാത്താൻ ഞങ്ങളെ, നിങ്ങളിവിടെ ഇല്ലേ, സാത്താൻ ഞങ്ങളെ തടഞ്ഞു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, പൗലോസിനോടൊരു ചോദ്യമില്ലേ, ദൈവദാസ, ബിഥുന്യയിലേക്കുള്ള യാത്ര ആത്മാവ് തടഞ്ഞു, ഹല്ലേലൂയ. ആസിയിലേക്കുള്ള യാത്ര പരിശുദ്ധാത്മാവ് വിലക്കി. അതേ തെസ്സലോനിക്കയിലേക്കുള്ള യാത്ര അതിലെ പിശാച് തടഞ്ഞു. റോമിലേക്കുള്ള യാത്ര എന്തുകൊണ്ട് തടയപ്പെട്ടു? ഹല്ലേലൂയ. പൗലോസിൻ്റെ മറുപടി, ഇത് പിശാച് തടഞ്ഞതല്ല, ഇത് മനുഷ്യൻ തടഞ്ഞതല്ല, ഹല്ലേലൂയ, ഇത് പരിശുദ്ധാത്മാവ് തടഞ്ഞതല്ല. പിന്നെയോ പൗലോസ് അതിനെക്കുറിച്ച് പങ്കുവെക്കുന്നുണ്ട്. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ അകത്ത്, റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ആമേൻ. പൗലോസിൻ്റെ റോമിലേക്കുള്ള യാത്ര തടയപ്പെട്ടതിൻ്റെ പിന്നിലെ കാരണം പിശാചല്ല, പരിശുദ്ധാത്മാവല്ല, പിന്നെയോ അകത്ത് വീണ ഒരു ദർശനമാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസിൻ്റെ അകത്ത് പൗലോസിനെ വിളിച്ചതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യമുണ്ട്.
അതുകൊണ്ടാണ് പൗലോസ് റോമാലേഖനത്തിനകത്ത് എഴുതി വെച്ചത്, സുവിശേഷത്തിനായി വേർതിരിച്ചു. ഇന്ന് രാവിലെ വിളിയെക്കുറിച്ച് തിരിച്ചറിവുള്ളവരാണോ ഇതിനകത്തിരിക്കുന്നത്? കേവലം ആരാധനാലയത്തിൽ വന്ന് കൈയടിച്ച് ഞായറാഴ്ച സ്വത്രക്കാഴ്ചയിട്ട് പോകാനാണോ ദൈവം നിന്നെ ഈ ദേശത്ത് വേർതിരിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്? അല്ലവേ അല്ല. നിന്നെക്കുറിച്ച് ദൈവത്തിന് ഉന്നതമായ പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പങ്കുവെക്കുന്നത്, നിങ്ങളുടെ വിളിയെക്കുറിച്ച്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങൾ അധികം ഉറപ്പുള്ളവരായിരിക്കണം. വിളിയെക്കുറിച്ച് തിരിച്ചറിയാതെ പോയവനാണ് ആ ദൂത് എഴുതി വെച്ചത്. അതുകൊണ്ടാണ് അരമന മുറ്റത്തെ അരണ്ട വെളിച്ചത്തിൽ പത്രോസിന് യേശുവിനെ ഒറ്റയ്ക്ക് തള്ളിപ്പറയേണ്ടി വന്നത്. അറിവുണ്ടായിരുന്നെങ്കിൽ, ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ അരമന മുറ്റത്തെ തള്ളിപ്പറച്ചിൽ പത്രോസിന് ഒഴിവാക്കാമായിരുന്നു. അതുകൊണ്ട് പത്രോസ് പറയുന്നു, വിളി അറിയാതെ പോകരുത്, തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള തിരിച്ചറിവില്ലാതെ പോകരുത്. ഇന്ന് രാവിലെ സ്വർഗം പറയുന്നു, നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് വെറുതെ അല്ല. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആരാ ഇന്ന് പകലിൽ ആ ദൂതേറ്റെടുക്കുന്ന? വിളിയുള്ളവരായി ഇതിനകത്തിരിക്കുന്നവർ, തിരഞ്ഞെടുപ്പുള്ളവരായി ഇതിനകത്തിരിക്കുന്നവർ, കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഉന്നതമായ നിയോഗങ്ങൾ വഹിക്കേണ്ട പാത്രങ്ങൾ ഈ ഹോളിനകത്തിരിക്കുന്നുണ്ടെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കരങ്ങൾ അടിച്ച ആ ദൂതനെ ആത്മാവിലും ഏറ്റെടുത്ത് പോരാ പോരാ, ശക്തിയോടെ ശക്തിയോടെ അശക്തിയോടെ ഈ പകലിൽ ആത്മാവിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കപ്പെടട്ടെ. ചെറിയവർ തൊട്ട് വലിയവർ വരെ ദൈവ പദ്ധതി വീണവരാണ്. ഉന്നതമായ ദൈവവിളിയുള്ളവർ ഇന്ന് രാവിലെ ഹോളിനകത്തിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പൗലോസിന്റെ അകത്തൊരു വലിയ ബോധ്യം ഉണ്ടായിരുന്നു. എന്തിനാണ് കർത്താവ് തന്നെ വിളിച്ചത്? ഒരു കാലഘട്ടം സുവിശേഷത്തിനെതിരെ നിന്നവനെ ദമസ്കൂസിന്റെ പടിയിൽ തമ്പുരാന്റെ സ്പർശനം വീണപ്പോൾ അവൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകൾ തിരിഞ്ഞു. ദൈവിക സ്പർശനം നിന്റെ ചരിത്രത്തെ തിരിക്കും. ദൈവാത്മാവിൻ്റെ സ്പർശനം വീണാൽ നിന്റെ ചരിത്രം തിരിയും. അതുവരെ പോയതുപോലെ നീ പോകത്തില്ല. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം വീണവൻ അവൻ വ്യത്യസ്തനാണ്. ഇന്ന് പകലിൽ അത് മനസ്സിലാക്കിയ ദൈവമക്കൾ ഈ പകലിൽ അടങ്ങിയിരിക്കരുത്. ഈ പകൽ ഒരു പക്ഷേ ഹോള് വിട്ടു പോകുന്നതിന് മുമ്പ് നിന്റെ മേൽ ഒരു കൈമാറ്റം കൈമാറാൻ കർത്താവിന് കഴിയും. ഈ പകലിൽ അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷീകരണത്തെ കുറിച്ച് പൗലോസിന് ആഴമായൊരു ബോധ്യമുണ്ടായിരുന്നു. പൗലോസ് പറയുന്നത് കേട്ടോ, സുവിശേഷം ശക്തിയാണ്, ക്രൂശിന്റെ വചനമാണ്. ക്രൂശിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്താണ്? അത് നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വമാണ്. പക്ഷേ രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇന്ന് പകലിൽ സുവിശേഷം ഒരു പ്രസംഗം മാത്രമല്ല, സുവിശേഷം ഇന്ന് പകലിൽ ശക്തിയാണ്. സുവിശേഷം ഇന്ന് പകലിൽ അത്ഭുതമാണ്. സുവിശേഷമാണ് ഇന്ന് പകലിൽ നമ്മെ ഇതിനകത്ത് കൊണ്ടുവന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാവിലെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, സുവിശേഷം അറിയിച്ചില്ല എങ്കിൽ എനിക്കയ്യോ കഷ്ടം. റോമിലേക്കുള്ള പൗലോസിൻ്റെ യാത്ര മുടങ്ങിയത് തൻ്റെ മേൽ കിടക്കുന്ന സുവിശേഷത്തെക്കുറിച്ചുള്ള ദർശനമാണ്. എന്താ പൗലോസ് പറയുന്നത്? വേറെ ഒരുവൻ്റെ അടിസ്ഥാനത്തിൻ്റെ മേൽ പണിയാതിരിക്കേണ്ടതിന്. അവനെക്കുറിച്ച് കേട്ടിട്ടുള്ളവരുടെ ഇടയിലല്ല, കേൾക്കാത്തവരുടെ ഇടയിൽ, സുവിശേഷം എത്താത്ത ഇടത്ത്, ഇതുവരെ യേശു ആരെന്ന് കേട്ടുകേൾവിയില്ലാത്തവൻ്റെ അടുക്കൽ യേശുവിനെ കുറിച്ച് പറയാൻ പൗലോസിന് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിട്ട് താഴേക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ 22-ാം വാക്യം കഴിഞ്ഞ് പൗലോസ് പറയുന്ന ഒരു ദൂതനെ വളരെ ചലിപ്പിച്ച ദൂതാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ഇവിടെ ഇനി സ്ഥലമില്ലായകയാലും അനേക സംവത്സരങ്ങളായി ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുകയാലും സ്പാനിയിലേക്ക് പോകുന്ന വഴിയിൽ ഞാൻ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കുക
ആശ്രയിക്കാൻ ഇടമില്ലാത്ത നിലവാരങ്ങളിൽ പൗലോസ് സുവിശേഷം കൊണ്ട് നിറച്ചു. ഇന്ന് രാവിലെ സുവിശേഷാത്മാവുള്ള ചിലത് ഇതിൻ്റെ അകത്തുണ്ട്. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്ന് ശക്തരായ സുവിശേഷകന്മാരെ കർത്താവിന് എഴുന്നേൽപ്പിക്കാനുണ്ട്. നിന്റെ മേൽ പട്ടണങ്ങളെ നിറയ്ക്കാനുള്ള അഭിഷേകം ദൈവം പകർന്നിട്ടുണ്ട്. ചിലരുടെ മേൽ ഈ ഉപവാസത്തിന്റെ അകത്ത് അങ്ങനെ ചില ചാവികൾ, അങ്ങനെ ചില താക്കോലുകൾ ആത്മാവ് കൈമാറുമെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ ഇന്ന് രാവിലെ ആ ദൂതനെ സ്വീകരിക്കട്ടെ. ഓ ഉടാമനാധന അടവാ ശകന രഗദന ഉടബനബലബ ശംദര രഗദന. ആമേൻ. ശക്തന്മാരായ സുവിശേഷകന്മാർ ആലയങ്ങളുടെ അകത്തളങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. പരിശുദ്ധാത്മാവ് ഈ കൂട്ടായ്മയെക്കുറിച്ച് പറയുന്ന ഒരു ദൂതെന്തെന്നറിയാമോ? ഇതൊരു സാധാരണ കൂട്ടമല്ല, ഇതൊരു മിഷണറി സഭയാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ശക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ഇതിൻ്റെ അകത്തുനിന്ന് പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ഇതിൻ്റെ അകത്തുനിന്ന് സുവിശേഷകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ആത്മഭാരമുള്ള ദൈവത്തിൻ്റെ ജനത്തെ ഈ പട്ടണത്തിൻ്റെ നടുവിൽ ദൈവാത്മാവ് ഈ സഭയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു നിർത്തുമെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാവിലെ കർത്താവിന് സ്തോത്രം ചെയ്തു. ആ തിരഞ്ഞെടുപ്പ് നിന്റെ മേലുണ്ട്. ആ തിരഞ്ഞെടുപ്പ് നിന്റെ തലമുറയുടെ മേലുണ്ട്. ആ തിരഞ്ഞെടുപ്പ് തൊടുന്നു. ആത്മാവ് ചിലരെ തൊടുന്നു. ഇന്ന് മകൻ നിന്റെ കുടുംബത്തിന്റെ മേൽ ആ സെലക്ഷൻ തൊടട്ടെ. ഇന്ന് രാവിലെ ആ വചനത്തിന്റെ ശക്തി നിന്നെ തൊടട്ടെ. ആത്മാവിനെ ദൂതനെ നീ പ്രാപിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. പൗലോസിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വീണ ദർശനമാണ് റോമിലേക്കുള്ള യാത്രയ്ക്ക് ഒരു തടസ്സമായി മാറിയത്. എന്നാൽ ലേഖനം വായിച്ചപ്പോൾ പൗലോസിൻ്റെ ഉള്ളം ആ ലേഖനത്തിനകത്ത് ആ ദൈവമക്കളോട് പൗലോസ് പങ്കുവെക്കുന്നുണ്ട്. അനേക നാളുകളായി താൻ ഇതാഗ്രഹിക്കുന്നെങ്കിലും താൻ പ്രതീക്ഷിച്ച സമയത്തൊന്നും തനിക്ക് ആ ദൈവസഭ വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്താ പൗലോസ് പറയുന്നതെന്നറിയാമോ? റോമാലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ വരാൻ ആഗ്രഹിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുക്കൽ വരാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇനി ദൈവഹിതപ്രകാരം ദൈവം അനുവദിക്കുന്ന പക്ഷം നിങ്ങളുടെ അടുക്കൽ വരേണ്ടതിന് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും അപേക്ഷിക്കുന്നു എന്നതിന് ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. എന്ന് പറഞ്ഞാൽ ഈ റോമിലെ ദൈവമക്കളെ കാണാൻ ആഗ്രഹത്തോടും പ്രതീക്ഷയോടും പ്രാർത്ഥനാ മുറിയിൽ തമ്പുരാനോട് ആ മനുഷ്യൻ ആഗ്രഹം പങ്കുവെച്ച് പ്രാർത്ഥിച്ചെന്ന ദൂത് സംഭവിച്ചതെന്നറിയാമോ? പൗലോസ് പ്രതീക്ഷിച്ച സമയത്തൊന്നും ഇവിടെ പൗലോസ് പോയില്ല. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയായി റോമിലേക്ക് പൗലോസ് പുറപ്പെട്ടു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പൗലോസ് പുറപ്പെടുന്നത് ഹല്ലേലൂയ വലിയ പ്രതിസന്ധിയിലൂടെയാണ് പൗലോസ് റോമിലേക്ക് പോകുന്നത്. തിരുവചനം പറയുന്നത് താൻ സുവിശേഷം നിമിത്തം ബന്ധിക്കപ്പെട്ടവനായി റോമിലേക്ക് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കുറ്റവാളിയെപ്പോലെ അതേ പിടിക്കപ്പെട്ട് പുറപ്പെടുന്ന യാത്ര പ്രവർത്തികളുടെ പുസ്തകം 26, 27, 28 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആ യാത്ര വളരെ കലുഷിതമായ യാത്രയായിരുന്നു, വളരെ പ്രതിസന്ധിജനകമായിരുന്നു ആ യാത്ര. ആ യാത്രയിലാണ് കാറ്റും അതേ തിരകളും പ്രതികൂലമായി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആ യാത്രയെ തടഞ്ഞത്. ഈശാനമൂലൻ ആ യാത്രയ്ക്കെതിരായി ഉയർന്നത്. ഇന്ന് പകലിൽ ഞാൻ പറയാം, ചില പ്രാർത്ഥനകളുടെ മറുപടികൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമ്പോൾ നീ ചിന്തിക്കരുത്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. പ്രതികൂലങ്ങൾ ഉയരുമ്പോൾ ഹല്ലേലൂയ അത് ദൈവത്തിൻ്റെ പദ്ധതി അല്ല എന്ന് നീ കാണരുത്. ദൈവഹിത പ്രകാരമുള്ള നീക്കത്തിനകത്തോ പ്രതീക്ഷിക്കാത്ത തിരയിളക്കങ്ങൾ ഉണ്ടാകും. പക്ഷേ ദൈവമാണോ നിന്നെ പുറപ്പെടുവിക്കുന്നത്? ഉയരുന്ന തിരയിളക്കങ്ങളെ കണ്ട് നീ ഭയപ്പെടരുത്. നിന്നെ പുറപ്പെടുവിച്ചവൻ കൃത്യമായ ഡെസ്റ്റിനിയിലെത്തിക്കാൻ ഈ പകലിൽ വിശ്വസ്തനാണെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ പകലിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയോ.
സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ ദീർഘദിവസങ്ങൾ തീരമണയുമോ എന്നാശങ്കപ്പെട്ടൊരു ജനം ആ കപ്പലിനകത്ത് നിരാശപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വാക്യമാണ്. ഒരുവൻ അതിൻ്റെ നടുവിലേക്ക് കയറി വന്നിട്ട് അവൻ പങ്കുവെക്കുന്നൊരു ദൂതുണ്ട്. അതവൻ്റെ അഭിപ്രായമല്ല, അതവൻ്റെ അറിവല്ല, അത് ഗമാലിയിൽ നിന്ന് പ്രാപിച്ചതല്ല, പിന്നെയോ അത് ഉയരത്തിൽ നിന്ന് പ്രാപിച്ചതാ. സൂര്യൻ അടഞ്ഞാലോ ചന്ദ്രൻ അടഞ്ഞാലോ അടയാത്തൊരു സ്വർഗമുണ്ടെന്ന് പൗലോസിന് ജനത്തോട് പറയാനുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങൾ ഇന്ന് പകലിൽ അടഞ്ഞു പോയാലും നീ ഭയപ്പെടരുത്. തുറക്കപ്പെട്ടൊരു സ്വർഗം നിന്റെ തലയ്ക്ക് മുകളിൽ വെളിപ്പെട്ടു നിൽക്കുന്നുണ്ട്. ആർക്കൊക്കെ എന്തൊക്കെ അടഞ്ഞാലും ആർക്കും അത് അടയ്ക്കാൻ കഴിയത്തില്ല. നിന്നോട് ഏത് സാഹചര്യത്തിലും ഇടപെടുന്ന ഒരു കർത്താവ് ഇതിന്റെ നടുവിൽ ഇന്ന് രാവിലെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തോട്ടെ. കരമടിച്ച് ഇന്ന് രാവിലെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് അല്പ നിമിഷങ്ങളൊന്ന് കരമടിച്ച് ധീരവർദ്ധന വൈണവനഗതന ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് പൗലോസിനോട് പറയാനൊരു ദൂതുണ്ട്. പൗലോസേ, നീ ഇറങ്ങി തിരിച്ച യാത്രയ്ക്കകത്ത് പ്രതീക്ഷിക്കാത്ത തിരയിളക്കങ്ങൾ വന്നാൽ നീ ഭയപ്പെടരുത്. നീ റോമിലേക്ക് പുറപ്പെടുന്നത് ശരിയാ, പക്ഷേ നിന്നോട് ഞാൻ പങ്കുവെക്കാത്ത ഒരു മിലത്തെ നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പകലിൽ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ നിന്റെ യാത്രയ്ക്ക് മുമ്പിൽ ഉയരുന്നെങ്കിൽ നീ ഇതുവരെ കടന്നില്ലാത്ത ചില തീരങ്ങൾ നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നീ ഇതുവരെ പോയിടത്തല്ല, നീ ഇതുവരെ സഞ്ചരിച്ചതുപോലെയല്ല, നീ ഇതുവരെ സ്വപ്നം കാണാത്ത ചില ഇടങ്ങൾ സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ സ്വപ്നം കാണാത്ത ചില കുടുംബങ്ങൾ, നീ സ്വപ്നം കാണാത്ത ചില അതേ സമൂഹങ്ങൾ ഇന്ന് രാവിലെ നിന്റെ അതേ പ്രൈസലോ ശബ്ദത്തിനായി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ പകലിൽ ആ ദൂത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാവിലെ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ആമേൻ 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 ആമേൻ. ആ കപ്പൽ മിലത്തേയിൽ തട്ടി ഉടഞ്ഞു. ഒറ്റ ദൂതുകൂടെ പറഞ്ഞവിടെ നീ മുൻപോട്ട് വരാം. ദൈവമക്കളെ, റോമിലേക്കാണ് യാത്ര. പക്ഷേ ആ യാത്ര ഇടവഴിയിൽ തട്ടി തകർന്നു. ഇനി എന്തു ചെയ്യും? തമ്പുരാന് മറുപടിയുണ്ട്. കുഞ്ഞേ, നീ വന്ന ഒരു സംവിധാനം തകർന്നാൽ മറ്റൊരു സംവിധാനം ഒരുങ്ങിയിട്ടുണ്ട്. ഒന്ന് ഒരുക്കാതെ ഒന്ന് അടയ്ക്കത്തില്ല. ഒന്നൊരുക്കാതെ ഒന്നടക്കത്തില്ല. ഇന്ന് പകലിൽ അടഞ്ഞ ചില വഴികളെ ഓർത്ത് ഭാരപ്പെടുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. ആത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുന്നു. നീ യാത്ര ചെയ്തതിനേക്കാൾ ശ്രേഷ്ഠമായത് അശ്വനി ചിഹ്നമുള്ള മറ്റൊരു കപ്പൽ സ്വർഗം അവിടെ തീരത്തൊരുക്കിയിരുന്നു. ഇന്ന് പകലിൽ അടഞ്ഞതിനേക്കാൾ ഉന്നതമായത് ദൈവം ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. ദൈവാത്മാവ് ആരോട് പ്രവചിക്കുകയാണ്? അടഞ്ഞതിനേക്കാൾ ആരാ ദൂതിനെ സ്വീകരിക്കുന്നവർ ഇന്ന് രാവിലെ മൗനമായിരിക്കരുത്. വചനത്തോട് ഇന്ന് രാവിലെ നീ പ്രതികരിക്കുക. ആ ദൂതിനോട് ഇന്ന് രാവിലെ നീ ഇന്ന് രാവിലെ നീ പ്രതീക്ഷിക്കാത്തത് ചിലത് ആത്മാവ് നിനക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. നീ ഇതുവരെ കയറിയിട്ടില്ലാത്തത് ചിലത് ആത്മാവ് നിനക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. നീ ഇതുവരെ കൂട്ടിമുട്ടിയിട്ടില്ലാത്ത ചില തൊടുന്നു. ആത്മാവ് ഇന്ന് രാവിലെ ചിലരെ സ്പർശിക്കുന്നു. ആ വചനം ഇന്ന് രാവിലെ ചിലരുടെ മേൽ ജീവനായി ആത്മാവ് കൈമാറും. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ യാത്രയുടെ ഇടയിൽ ഉയർന്ന അതിശക്തമായ വെല്ലുവിളികൾ. പക്ഷേ പൗലോസിന് പങ്കുവെക്കാൻ ഒരു സന്ദേശമുണ്ട്. ഈ യാത്രയുടെ പിന്നിൽ
ഒരു കാത്തിരിപ്പിൻ്റെ പ്രാർത്ഥനയുണ്ട്. നീ പ്രാർത്ഥനാമുറി പങ്കുവച്ച ഒരു വിഷയമാണോ നീ ഇന്ന് പകലിൽ കടന്നു പോകുന്ന സാഹചര്യം? നീ ഭാരപ്പെടേണ്ട. ആ പ്രാർത്ഥനയ്ക്കൊരു നിവർത്തിയുണ്ട്. ആ പ്രാർത്ഥനയ്ക്കൊരു റിസൾട്ട് ഉണ്ട്. 2024 തീരുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ വച്ചിരിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാവിലെ ആ ദൂതറ്റെടുത്തോ കേട്ടോ. നീ ദൈവസന്നിധിയിൽ വച്ചിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ആത്മാവിൻ്റെ മറുപടി 2024 തീരുന്നതിന് മുമ്പ് നീ കണ്ണുകൊണ്ട് കാണുന്ന സമയങ്ങളാണെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. കരമടിച്ച് ഇന്ന് രാവിലെ ജനം റിസീവ് ചെയ്യട്ടെ. ജനം ആ ദൂതകളെ സ്വീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ആ വായിച്ച ദൂതിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കാം. വളരെ ആഴമായ ഒരു ചിന്ത ഈ ഭാഗത്ത് നിന്ന് പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 8-ാം അധ്യായം 26-ാമത്തെ വാക്യം നമുക്ക് പരിചിതമായ വാക്യമാണ്. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അടുത്ത വാക്യം, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം, അതാണ് നമ്മുടെ ചിന്താ വിഷയം. നാം അറിയുന്നു എന്ന് പറയുമ്പോൾ നാം അറിയുന്നില്ലല്ലോ. നാം അറിയുന്നില്ലല്ലോ. എന്തറിയുന്നില്ലല്ലോ? വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം. അപ്പം ഈ നാം അറിയുന്നില്ലല്ലോ എന്ന് പൗലോസ് പറയുമ്പോൾ ആ പറയുന്ന വാക്ക് പൗലോസിനെ കൂടെ ചേർത്തുകൊണ്ടാണ്. പൗലോസിനെ കൂടെ ചേർത്തുകൊണ്ടാന്ന് ഞാൻ പറയാൻ കാരണം, പൗലോസ് ഇവിടെ പങ്കുവെക്കുന്നത് പല ദൂതുകൾക്കകത്തും പൗലോസ് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ പൗലോസ് അതങ്ങനെ പറയുമ്പോൾ പൗലോസിന് അത് അറിയാം. അതുകൊണ്ടാണ് പൗലോസ് നിങ്ങളത് അറിയണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ പ്രാർത്ഥനയുടെ കാര്യം വരുമ്പോൾ പൗലോസ് പറയുന്നത് നിങ്ങൾക്കറിയത്തില്ലല്ലോ എന്നല്ല, നമുക്ക് എന്ന് പറഞ്ഞ് എനിക്കതറിയില്ല എന്ന് പൗലോസ് സമ്മതിക്കുകയാണ്. അതിത്ര വല്ല ചിന്തയാണോ? ഒരു പക്ഷേ നമ്മുടെ ഉള്ളിൽ വരാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, പുതുനിയമസഭയ്ക്ക് ഞാൻ നേരത്തെ ഓർപ്പിച്ചു, 14 ലേഖനങ്ങൾ പങ്കുവച്ച ഈ അനുഗ്രഹീതനായ ദൈവമനുഷ്യൻ തൻ്റെ ലേഖനങ്ങൾ കൈമാറുന്നിടത്ത് താൻ ആവർത്തിച്ച് സമർത്ഥിക്കുന്നൊരവകാശമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ ലേഖനങ്ങളിൽ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ പൗലോസ് നിങ്ങളല്ലേ പറഞ്ഞേ പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടെന്ന്. പക്ഷേ ലേഖനങ്ങളിലെല്ലാം നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി. റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു എന്നതിന് ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. അപ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥനയ്ക്ക് പൗലോസ് സാക്ഷി നിർത്തുന്നത് ദൈവത്തെയാണ്. അതെന്താ പൗലോസെ നിങ്ങൾ ദൈവത്തെ സാക്ഷി നിർത്തുന്നേ? ഒരിക്കൽ പൗലോസിൻ്റെ പ്രാർത്ഥനയ്ക്ക് സാക്ഷി നിന്നത് ദൈവമാണ്. പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ അകത്ത് സർവശക്തനായ ദൈവം അനന്യാസിനോട് പറയുന്നത്, അനന്യാസേ, നേർവീതി എന്ന തെരുവിൽ യൂദായുടെ ഭവനത്തിൽ തർസൂസുകാരനായ ശൗൽ എന്ന ഒരുവനെ അന്വേഷിക്കുക, അവൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നെന്ന്
പറഞ്ഞത് ദൈവമാണ്. ഇനി ശ്രദ്ധിക്കണം, ദൈവം സാക്ഷ്യം പറഞ്ഞു പ്രാർത്ഥനക്കാരനെ കുറിച്ച്. ആ പ്രാർത്ഥനക്കാരൻ ഇവിടെ പറയുന്നു വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന്. 4 മനുഷ്യർ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ നമ്മൾ ഭൂമിയിലുമല്ല ആകാശത്തുമല്ല. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു മനുഷ്യൻ പറയുക ദൈവം സാക്ഷ്യം പറഞ്ഞവനാണ്. പ്രാർത്ഥിക്കുന്നെന്ന് ദൈവം പറയും അവനെക്കുറിച്ച്. ആ മനുഷ്യനെ അവിടെ പറയുന്നത് വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന്. ഈ മനുഷ്യൻ എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ എഴുതി വെച്ച പ്രാർത്ഥന അസാധാരണ പ്രാർത്ഥനയാണ്. അദ്ദേഹം പറയുന്നൊരു പ്രാർത്ഥനാ വാചകം നമുക്കറിയാം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും വേണ്ടി. അസാധാരണ വെളിപ്പാടാണ് ആ പ്രാർത്ഥന. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയ പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വേദിപ്പാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും വിളർച്ചയില്ലാത്തവരും യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ലേഖനങ്ങളിലും പൗലോസ് പറയുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു. റോമാ സഭയോട് ലേഖനം എഴുതുമ്പോൾ റോമിലെ ദൈവമക്കളോട് മാത്രം പൗലോസ് പറയുന്നു വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. എന്താ പൗലോസ് അങ്ങനെ പറയാൻ കാരണം? പൗലോസ് എന്താ അവിടെ പറയുന്നത്? പൗലോസിന് പ്രാർത്ഥിക്കാൻ അറിയില്ലെന്നാണോ പൗലോസ് പറഞ്ഞത്? അല്ല, പ്രാർത്ഥിക്കാൻ അറിയില്ലെന്നല്ല, വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ. അതെന്താ ഈ വീണ്ടും പോലെ? അതാണ് 27-ാമത്തെ വാക്യം. ആ വാക്യത്തിനകത്ത് പൗലോസ് പറയുന്നു ആത്മാവ് വിശുദ്ധർക്കു വേണ്ടി. അതാണ് ആ വീണ്ടും പോലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവഹിതപ്രകാരം. ഹലോ, പൗലോസ് പറയുന്നത് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കാനാണ് ഒരുവൻ അറിയാതെ പോകുന്നത്. അത് പൗലോസിനും ഉണ്ടായിട്ടുണ്ട്. പൗലോസ് നിങ്ങൾ അസാധാരണ പ്രാർത്ഥനാ മനുഷ്യനല്ലേ. തടവറകളെ പ്രാർത്ഥനാമുറികളാക്കി മാറ്റിയ മനുഷ്യനാണ് പൗലോസ്. പൗലോസിൻ്റെ ഈടുറ്റ 3 ലേഖനങ്ങൾ 4 ലേഖനങ്ങൾ പുറത്തു വന്നത് തടവറയിലാണ്. അപ്പം തടവറയ്ക്കകത്തും വെളിപ്പാടുകൾ സ്വീകരിക്കാൻ കഴിയുന്ന ഒരാത്മതലത്തിലാണ് പൗലോസ് നിൽക്കുന്നത്. നമുക്കൊരു ചെറിയ ക്രൈസിസ് വന്നാൽ പിന്നെ നമ്മുടെ പ്രാർത്ഥന അവിടെ തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ തടവറയ്ക്കകത്ത് കിടക്കുമ്പോഴും ഫിലിപ്പിയിലുള്ള ദൈവമക്കളോട് പൗലോസിന് പറയാൻ കഴിയും സന്തോഷിപ്പീൻ. എപ്പോഴും പൗലോസ്, നിങ്ങൾക്ക് ഇപ്പോഴും സന്തോഷമുണ്ടോ? പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ തടവറയ്ക്കകത്ത് കിടക്കുമ്പോഴും ഉള്ളിലെ സന്തോഷത്തെ സാഹചര്യത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉലയുന്നവനല്ല ഒരു പ്രാർത്ഥനക്കാരൻ. പ്രാർത്ഥനക്കാരനെ സാഹചര്യം സ്വാധീനിക്കുമെന്നല്ല ദൂത്, സാഹചര്യങ്ങളെ പ്രാർത്ഥനക്കാരൻ സ്വാധീനിക്കും. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ തൊടാൻ ഒരു സാഹചര്യത്തിന് കഴിയത്തില്ല. ഇന്ന് രാവിലെ അത് തിരിച്ചറിയാൻ നീ തയ്യാറായാൽ നിന്റെ മുഖം നിരാശപ്പെടത്തില്ല, നീ തളരത്തില്ല. കാരണം നിനക്കൊരു ദൈവമുണ്ട്. അതുകൊണ്ടല്ലേ പൗലോസ് ഒരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും, എന്നാൽ കർത്താവോ ആരൊക്കെ തുണ നിന്നില്ലെങ്കിലും ഇന്ന് പകൽ നിന്നെ വിളിച്ചവൻ നിന്റെ കൂടെ ഇറങ്ങി നിൽക്കും. കര ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വിശ്വസ്തത കുറഞ്ഞു പോയിട്ടില്ല ദൈവമക്കളെ. നീ കർത്താവിൽ ട്രസ്റ്റ് ചെയ്താൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നീ നിരാശപ്പെടാൻ തമ്പുരാൻ സമ്മതിക്കത്തില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ആമേൻ. ഞാൻ ആ ദൂത് വേഗത്തിൽ പങ്കുവെച്ച് എനിക്ക് പ്രാർത്ഥിക്കണമല്ലോ. ശ്രദ്ധിച്ചേ, എന്താണ് പൗലോസ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്?
ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കാൻ നമുക്കറിയത്തില്ല, എനിക്കറിയത്തില്ല. എൻ്റെ ചോദ്യം, പൗലോസേ, നിങ്ങളല്ലേ ഏറ്റവും അധികം ദൈവഹിതത്തെക്കുറിച്ച് പങ്കുവച്ചത്? ആരാധനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവഹിതപ്രകാരമുള്ള ആരാധന ഇന്നതെന്ന് വെളിപ്പാട് കൈമാറിയത് നിങ്ങളല്ലേ? നിങ്ങൾക്കല്ലേ ദൈവഹിതത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യം കിട്ടിയത്? ശരിയാ. പക്ഷേ എങ്കിലും തൻ്റെ പരാജയത്തെ പൗലോസ് മറച്ചു വെക്കുന്നില്ല. ഹല്ലേലൂയ. എന്താ പൗലോസിന് വന്ന പരാജയം? പ്രാർത്ഥനയിൽ വന്ന പരാജയം എന്താണ് എന്ന് ചോദിച്ചാൽ, എവിടെയാണ് ദൈവഹിതം അറിയാതെ പൗലോസ് പ്രാർത്ഥിച്ചത്? അത് പൗലോസ് പങ്കുവെക്കുന്ന കൊരിന്ത്യരോടാണ്. 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ. 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന്. മതി, ശ്രദ്ധിച്ചേ. ഞാൻ 3 ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥനയല്ല അത്, 3 വട്ടം. എന്തുകൊണ്ട് പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചു? ഈ ദൂതുമായി കണക്ട് ചെയ്ത് ആത്മാവ് തന്ന പ്രകാശനം ഞാൻ പങ്കുവെക്കാം. ദൈവഹിതം അറിയാതെ പോയതുകൊണ്ടാണ് പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചത്. താൻ കടന്നുപോയ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ഒരു വിടുതൽ നടക്കണം, അത് പൗലോസ് ആഗ്രഹിച്ചു. സുവിശേഷ വേല നിമിത്തം കർത്താവിൻ്റെ നാമത്തെ പ്രതി ആരും കടന്നു പോകാത്ത ശോധനകളിലൂടെ, കഷ്ടങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യനാണ് പൗലോസ്. ചിലരൊക്കെ പറയാറുണ്ട്, പ്രാർത്ഥിച്ചു മാറുന്നില്ല, ഇത് പൗലോസിന് കൊടുത്ത ശൂലം എന്നൊക്കെ പറയുന്ന. നോ, ഒന്നും പറഞ്ഞേക്കല്ലേ, പ്ലീസ്. പൗലോസിൻ്റെ ശൂലമൊക്കെ നമ്മുടെ മേൽ വെച്ചാൽ നമ്മളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിപ്പോയേനെ. ഒരു ചെറിയ മൂക്കിപ്പനി വന്നിട്ട് നമുക്കതിനെ അതിജീവിച്ച് കയറാൻ പറ്റുന്നില്ല. ഗ്ലോറി, ആമേൻ, ഹല്ലേലൂയ. സഭായോഗം മുടക്കണമെങ്കിൽ ചെറിയൊരു ജലദോഷം വന്നോ. ഇന്നെന്താ സഭായോഗത്തിന് ഒരു ജലദോഷമാണ് പാസ്റ്ററേ? ഗ്ലോറി. പക്ഷെ ശൂലം വെച്ച് പൗലോസ് ദൈവത്തെ ആരാധിച്ചു. ഗ്ലോറി. കാരാഗ്രഹത്തിൻ്റെ അതേ കൽത്തറകൾക്കകത്ത് പൗലോസിനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. വചനം പറയുന്ന പൗലോസ് അക്കാരാഗ്രഹത്തിൻ്റെ അകത്തും ആ ഇരുമ്പ് ചെങ്ങലയ്ക്കകത്ത് കിടക്കുമ്പോഴും പൗലോസ് ആരാധിക്കാനിടയായി. ഇന്ന് പകലകത്ത് വെളിപ്പാടുള്ളവൻ ആരാധന മുടക്കത്തില്ല. അകത്ത് ദൈവകൃപ വീണവൻ ആരാധന അലക്ഷ്യമാകത്തില്ല. കൂട്ടായ്മ അലക്ഷ്യമാക്കാത്തവർക്കായി ഞാൻ ഇന്ന് രാവിലെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ആരാധന സെക്കൻഡറി അല്ല കേട്ടോ, ബാക്കിയെല്ലാം സെക്കൻഡറിയാ. കർത്താവുമായിട്ടുള്ള കാര്യമാണ് ഫസ്റ്റ്. സ്തോത്രം. മുമ്പേ ഇന്നലെ കേട്ടതാണ് നമ്മളത്. മുമ്പേ സ്തോത്രം. ദൈവത്തോട്, ദൈവരാജ്യത്തോട്, ദൈവസഭയോട്, നമ്മളെ നടത്തുന്നവരോടൊക്കെ നമുക്കുള്ള ഒരു വിശ്വസ്തതയുണ്ട്. അത് സ്വർഗം നോക്കുന്നുണ്ട്. അതാണ് നിന്റെ ജീവിതത്തിൻ്റെ അകത്തെ അനുഗ്രഹമാക്കി സ്വർഗം തീർക്കുന്നത്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന ഒരുവനെയും തമ്പുരാൻ ഓർക്കാതിരുന്നിട്ടില്ല. പ്രാർത്ഥനക്കാരൻ്റെ കരം തളർന്നു പോയിടത്ത് തിരിച്ചറിവ് പ്രാപിച്ച 2 പേർ ഓടിക്കയറി അവരാ പ്രാർത്ഥനക്കാരൻ്റെ കരം താങ്ങിയപ്പോൾ സ്വർഗം തൻ്റെ പുസ്തകത്തിനകത്ത് കുറിച്ചു വെച്ചു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വർഗം പറഞ്ഞു, എടാ, ആ ഹൂരിൻ്റെ കൊച്ചുമകനില്ലേ ബെസലയേൽ, അവനെ വിളിക്കണം. എന്തിനാ? അവൻ്റെ മേൽ ഞാനൊരു വിശേഷ ജ്ഞാനം കൊടുക്കുമെന്ന്. ഇന്ന് പകൽ ഇതാ പുസ്തകം പറയുന്നു കേട്ടോ, എൻ്റെ കർത്താവിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറയിൽ ഇന്ന് രാവിലെ അത് തുറക്കുന്ന ഒരു ദൈവം ഇതിൻ്റെ നടുവിൽ ഇന്ന് പകലിൽ വന്നിട്ടുണ്ട്. അനുഭവമുള്ള ദൈവമക്കൾ ഇതിനകത്തിരിക്കുന്നുണ്ട്. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിൻ്റെ വിശ്വസ്തത മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ്,
അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം അപേക്ഷിച്ചു. 3 പ്രാവശ്യം അപേക്ഷിച്ചതിൻ്റെ പിന്നിലെ കാരണം പൗലോസിന് ഇതിൻ്റെ കാരണം മനസ്സിലായില്ല. അതുകൊണ്ടാണ്. എന്തുകൊണ്ട് 4-ാം വട്ടം പ്രാർത്ഥിച്ചില്ല? 3-ാം വട്ടം മറുപടി കിട്ടി അല്ലേ? കിട്ടിയ മറുപടിയിൽ പൗലോസ് സമർപ്പിതനായി. നമ്മൾ പലരും എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഹിതം ഇതല്ലെന്നറിഞ്ഞാലും നമ്മൾ എന്തു ചെയ്യും? നമ്മൾ ഉപവസിക്കും. ഉപവാസന ഞാൻ വിരോധമല്ല കേട്ടോ, ഞാനും ഇന്ന് പകൽ ഉപവാസ. എങ്ങനെയാണ് നമ്മൾ ഉപവസിക്കുന്നത്? നമ്മൾ 3 ദിവസം ഇരുന്നു, കർത്താവ് പറഞ്ഞു കുഞ്ഞേ ഇത് ദൈവഹിതം അല്ല. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ 7 ഇരിക്കും. 7 ഇരുന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? ചിലരുടെ ഉള്ളിലെ ധാരണ ഉപവാസം എന്ന് പറയുന്നത് സമരമാണെന്ന. അല്ല കേട്ടോ, കർത്താവിനെ സമരം ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല ഉപവാസം. പണ്ട് ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വിളിച്ചു എന്നെ. പക്ഷേ ഒരു വിഷയത്തിനകത്തൊന്ന് പ്രാർത്ഥിക്കണം, അവർക്ക് വെളിയിൽ പോകാനാണ്, അവർക്കൊരു ദൈവാലോചന വേണം. കാരണം ദൈവാലോചന വേണമെന്ന് പറയാൻ കാരണം 6-7 പ്രാവശ്യം പോയി ഏതാണ്ട് എല്ലാം കുത്തുവാളെടുത്ത് വന്നിരിക്കുക. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പോകണം. അപ്പോൾ പറഞ്ഞ ഭാഷ ഒന്ന് പ്രാർത്ഥിച്ച് അതിനൊരു ദൈവഹിതം അറിയണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു ഇത്തവണ പോയി കഴിഞ്ഞാൽ ജയിലിനകത്ത് കിടക്കുമെന്ന് പറഞ്ഞു കർത്താവ്. സ്തോത്രം. ഞാൻ പറഞ്ഞു ആൻറ്റി ഇതാണ് കർത്താവ് പറയുന്നത്, ഇതിനകത്തൊരു ദൈവഹിത ഇല്ല, ഇങ്ങനൊരു പ്രതിസന്ധിയാണ്. ഉടനെ എന്നോട് പറഞ്ഞ് ചോദിക്കുന്ന അടുത്ത മറുപടി, പക്ഷെ നമുക്കതൊന്ന് പ്രാർത്ഥിച്ച് ദൈവഹിതമാക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു അതിനുള്ള കൃപ എൻ്റെ മേലില്ല. ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ, പ്രാർത്ഥിച്ച് ദൈവഹിതമാക്കുകയൊക്കെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ നോന്ന് അതിൻ്റെ അർത്ഥം. അവിടുത്തെ വാക്കിന് മാറ്റയില്ല. മനുഷ്യർ വാക്കൊക്കെ മാറ്റും, പക്ഷെ ദൈവത്തിന് വേറെ രണ്ടാമതൊരു വാക്ക്. ഹലോ, പിന്നെ ദൈവം അനുവദിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ദൈവം അനുവദിക്കുകയില്ലെന്ന് ഞാൻ പറയുകയില്ല. ദൈവം അനുവദിച്ച സംഭവങ്ങളൊക്കെ പുസ്തകത്തിൽ അങ്ങനെ പോയതൊന്നും പിന്നെ തിരിച്ചു വന്നിട്ടില്ലെന്നാണ് ഞാൻ പുസ്തകത്തിൽ കണ്ടത്. സ്തോത്രം അല്ലേ? നമ്മളൊക്കെ പലരും ഈ ദൈവഹിതം അന്വേഷിക്കാൻ ചെല്ലുന്നത് എന്നാണെന്നറിയാമോ? നമുക്കൊരു ഹിതം ഉണ്ടാകും, എന്നിട്ട് നമ്മൾ ഈ ചീട്ടുമായിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ ചെല്ലും. എന്നിട്ട് എന്ത് ചെയ്യും? ദൈവം സാങ്ഷൻ പേപ്പർ ഒപ്പിട്ട് തന്നെ അതിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കൈപ്പടയാണ്. അതല്ല, തമ്പുരാൻ്റെ കൈപ്പടയെ തമ്പുരാൻ എഴുതിയത് നിൻ്റെ കയ്യിലേക്ക് വരും. തമ്പുരാൻ അത് ഒബേ ചെയ്യേണ്ടതാണ് നിൻ്റെ ഉത്തരവാദിത്വം. ചോദ്യം ചെയ്യാതെ ആമേൻ എന്ന് പറഞ്ഞ വിടുതല. ദൈവത്തിന് സ്തോത്രം. കല ഉയർത്തിയൊന്ന് സ്തോത്രം ചെയ്തേ. പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ കർത്താവ് ശുശ്രൂഷിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഈ മേഖലയുണ്ട്. പണ്ട് ഓസ്ട്രേലിയയിൽ നിന്നൊരു ആൻറ്റി എന്നെ വിളിച്ചു, രാജ് പാസ്റ്ററെ പാസ്റ്റർ നമ്പർ എനിക്ക് ഒരാൾ തന്നാൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഒരു ആലോചന കേൾക്കാൻ വേണ്ടിയിട്ട്. എന്താ വീട്ടിലൊരു സമാധാനം ഇല്ല പാസ്റ്ററെ? എന്താ വീട്ടിലൊരു ഇപ്പോൾ അടുത്ത് പറയുന്ന അച്ഛനൊരു മാനസാന്തരം വന്നിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക ആൻറ്റി, ഞാനൊരു യാത്രയിലാണ് അന്നേരം. അപ്പം ഞാൻ പറഞ്ഞു ആൻറ്റി ഞാൻ പ്രാർത്ഥിക്കാം, രാത്രി പ്രാർത്ഥിക്കാം, ആൻറ്റി രാവിലെ വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ രാത്രി പ്രാർത്ഥിക്കാനെന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു ഇവൾ ഗുണപ്പെടാതെ ആ വീട് റെഡിയാകുകയല്ലെന്ന്. സത്യം, ഇവൾ ഗുണപ്പെടാതെ ഈ വീട് റെഡിയാകുകയല്ല. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ആൻറ്റിയുടെ ഫോൺ, ആൻറ്റി എന്നോട് ചോദിച്ചു പാസ്റ്റർ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു ഊവ പ്രാർത്ഥിച്ചു. കർത്താവ് എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു ആൻറ്റി ഒന്ന് മാനസാന്തരപ്പെടണമെന്നാണ് കർത്താവ് പറഞ്ഞത്. അടുത്ത മറുപടി കേൾക്കണേ. അടുത്ത ചോദ്യം, പാസ്റ്ററെ വേറെ ആരെങ്കിലും പ്രവാചകന്മാരെ നമ്പറുണ്ടോ? സത്യം, ഞാൻ നുണയല്ല പറഞ്ഞത്, ദൈവസന്നിധിയിലാണ്. ഇതൊരു ദിവസം ഞങ്ങൾ കുറച്ച് ദൈവാസന്മാർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യം ഇങ്ങനെ ഒരാൾ വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ ഈ കൂട്ടത്തിൽ നിന്നൊരു വേന്ദ്രനാണ് എൻ്റെ നമ്പർ കൊടുത്തേ. ഞാൻ ചോദിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ കോറം തകഞ്ഞ് നിൽക്കുക. മനസ്സിലായവർക്കായി സ്തോത്രം. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ദൈവദാസന്മാരുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രവാചകന്മാരുടെ നമ്പറുള്ള ഡയറികളുണ്ട്. അത് നിർത്തിയിട്ട് മുട്ടുമടക്കിയ സ്വർഗ്ഗം ഇടപെടുമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. സ്തോത്രം. അത് നിർത്ത്. കർത്താവിന് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന്.
ദൈവമക്കളെ, ഈ തല്ലിപ്പഴിപ്പിച്ച ശരിയാകുകയല്ല. ദൈവം എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ ദൈവം അങ്ങ് സംസാരിക്കും. ഇപ്പോൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ എന്നോട് പറയാനുള്ള പാസ്റ്റർ ജനത്തെ നോക്കി പ്രവചിക്കണേ, ജനത്തിൻ്റെ ഇത് തല്ലിപ്പഴിപ്പിക്കില്ലെന്നേ. കർത്താവിന് വല്ലതും പറയാനുണ്ടെങ്കിൽ അങ്ങ് പറയും. അപ്പോൾ എനിക്ക് ഭയങ്കര സമ്മർദ്ദമാവും, ദൈവമേ എന്തു പറയും, വചനം പ്രസംഗിക്കണം, പ്രവചിക്കണം. അപ്പോൾ നമ്മളൊരു 50-50 കയ്യിൽ നിന്നൊക്കെ ഇട്ട് ഉണ്ടോ ഇവിടെ, അവിടെയാണ് നമ്മൾ തകർന്നു പോകണേ. ദൈവത്തിന് പറയാനുണ്ടെങ്കിൽ ദൈവം പറയുമെന്നേ. ഒന്ന് കരവുയർത്തി സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ദൈവഹിതം, അതാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ദൈവഹിതം. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഭാരമേറിയൊരു വിഷയവുമായാണ് തമ്പുരാൻ്റെ മുമ്പിൽ പൗലോസ് ചെന്നത്. ദൈവഹിതം അറിയാതെ പൗലോസ് പ്രാർത്ഥിച്ചു. 3-ാം വട്ടം തമ്പുരാന് മനസ്സിലായി, ഇപ്പം ഇണ്ടാതിരുന്ന ഇവൻ വീണ്ടും വരും. അതുകൊണ്ട് തമ്പുരാൻ ഇവനോട് പറഞ്ഞു, എന്താ പറഞ്ഞേ? അതിനു മുമ്പ് വേറൊരു കാര്യം കർത്താവ് പറഞ്ഞു ഇവനോട്. അതിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കണം നിങ്ങൾ. ഇതെന്തിനാന്ന് കർത്താവ് ആദ്യം പറഞ്ഞു. അതാ നമ്മൾ പലതും വിടുതലിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ചില വിടുതലില്ലായ്മയാണ് നമ്മൾ ഇതിനകത്ത്. എത്ര പേർക്ക് പറയാൻ കഴിയും അത്? എടാ, നിന്നെ ദൈവസന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് ചില വിടുതലില്ലായ്മകളാ. വിടുവിക്കപ്പെട്ടു പോയ പലതും ഉണ്ടല്ലോ. ആ പോയ വഴി പിന്നെ പുല്ലുപോലും അല്ലേ. ഈ മഹനീയം ചർച്ചിൽ വന്ന് വിടുവിക്കപ്പെട്ടു പോയ ആളുകളുടെ എണ്ണം നോക്കി ആ ചർച്ച് 4 എണ്ണം പണിയേണ്ടി വരും. ഹലോ. പക്ഷെ പോയത് പുല്ലുപോലും അതാ, പിന്നെ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. പക്ഷേ ഇന്ന് പകലിൽ ചിലതൊക്കെ വിടുതലില്ലായ്മയിലൂടെ പോകുന്നെങ്കിൽ നീ മനസ്സിലാക്കണം, നീ ഇന്ന് കൃപയെ നിൽക്കുന്നതിൻ്റെ പിന്നെ വേറൊന്നും അല്ല, ഈ വിടുതലില്ലായ്മയാ. അതല്ലേ ബ്ലസ്സമ്മേമനെ പാടിയത്, നല്ല ശിഷ്യനാക്കുന്ന എല്ലാ കുരിശുകൾക്കും വെറുതെ പാടാൻ പറ്റും. പക്ഷേ അനുഭവത്തിലേക്ക് വരുമ്പോൾ നമ്മളത് പാടുമെന്നുള്ളതാ കാര്യം. ചില പ്രഷറുകളിലൂടെ വന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെയൊക്കെ ഇരിക്കുന്നേ. നിൻ്റെ മേലെ അഭിഷേകം ജ്വലിച്ചത് വെറുതെയാണോ? ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച എലിയാവിൻ്റെ ചരിത്രം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചില്ലേ ദൈവമക്കളെ? കാലഘട്ടത്തിൻ്റെ നടുവിൽ കർമ്മേലിൻ്റെ മുകളിൽ കയറി നിന്ന് കരുത്തുള്ള ശബ്ദമായി കർമ്മേലിൻ്റെ അകത്ത് തീ ഇറക്കി ദൈവം ആരെന്ന് തെളിയിച്ച ഈ മനുഷ്യൻ ഇന്നലെ എവിടെയായിരുന്നു അറിയാമോ? എലിയാവ് തീയിറക്കിയതുപോലെ തീയിറക്കാൻ നമുക്ക് സന്തോഷമാണ്. തീയുടെ ശുശ്രൂഷ നല്ലതാ. പക്ഷേ എലിയാവിൻ്റെ ഒരു ചോദ്യമുണ്ട്, ഞാൻ കടന്നുപോയ തീയുടെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് വരാൻ പറ്റുമോ? ഒരു അഭിഷിക്തൻ ഒരു ശുശ്രൂഷയിൽ ജ്വലിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരും അറിയാത്തൊരു കാലഘട്ടമുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. വില കൊടുത്താൽ ഇന്ന് പകലി കർത്താവിൻ്റെ സന്നിധി ദൈവം ശക്തിയോടെ നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന സമയമുണ്ട്. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരാം. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് വചനം പറയുന്നത്, പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന സ്വർഗം കേട്ടില്ല. എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നതല്ല ദൈവമക്കളെ. നമ്മൾ ആത്മീയരാണോ എന്നതിൻ്റെ തെളിവ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ചിലതൊക്കെ കർത്താവ് കേട്ടില്ലെന്ന് വരും. പക്ഷെ കേൾക്കാതിരുന്നാലും അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് തിരിച്ചറിയുന്നവനാണ് ഒരു ആത്മീയൻ, അല്ലേ? ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൻ്റെ അകത്ത് കിടന്ന പൗലോസ്, തിരുവഴുത്ത് എന്താ പറയുന്നേ? ഇപ്പൊ പൗലോസ് കിടക്കുന്നത് എവിടെയാ? റോമൻ കാരാഗ്രഹത്തിൻ്റെ അകത്ത്. പൗലോസിനോട് ചോദ്യമില്ലേ, ദൈവദാസ, ഇതേപോലെ ഒരു കാരാഗ്രഹം നിങ്ങൾക്ക് ഇന്നലകളിൽ ഉണ്ടായിരുന്നില്ലേ? ശരി, ആ ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൻ്റെ അകത്ത് കയറി കിടന്ന നിങ്ങൾക്ക് വേണ്ടി ദൂതനിറങ്ങിയില്ലേ? ദൈവകരമിറങ്ങിയില്ലേ? ആരാധനയുടെ നടുവിൽ അടിസ്ഥാനം കുലുങ്ങിയില്ലേ? നിങ്ങളെ പുറത്തു കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നു. ഇപ്പോഴോ? പൗലോസ് പറയും, ഇപ്പോൾ ഇതാണ് ദൈവ ഇഷ്ടം.
അന്ന് എന്നെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവ ഇഷ്ടമെങ്കിൽ ഇന്ന് കാരാഗ്രഹത്തിൻ്റെ അകത്ത് കിടന്ന് ഞാൻ അവനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് അവൻ്റെ പദ്ധതി. ദൈവ പൈതലെ, നീ കടന്നു പോകുന്ന ഓരോ സാഹചര്യത്തിൻ്റെ അകത്തും മറഞ്ഞിരിക്കുന്ന ഒരു ദൈവഹിതമുണ്ടെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത് തിരിച്ചറിഞ്ഞാൽ നീ പിറുപിറുക്കേല, അത് തിരിച്ചറിഞ്ഞാൽ നീ പരാതി പറയത്തില്ല, അത് തിരിച്ചറിഞ്ഞാൽ നീ ദൈവത്തോട് പിണങ്ങത്തില്ല. ചില നാളുകൾക്ക് മുമ്പ് ഞാനൊരു ചർച്ചിൽ ചെന്നപ്പോൾ, ഞാൻ ആ ചർച്ചിൽ സ്ഥിരമായി കൃപയാൽ കടന്നുപോയി ശുശ്രൂഷിക്കാറുള്ളൊരു ചർച്ചാണ്, ഒരു കൂട്ടമാണ്. അവിടെ സ്ഥിരമായി ഞാൻ ചെല്ലും വളരെ ആക്റ്റീവായി നിന്ന ഒരു സഹോദരി, അവരെ കാണാനില്ല. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, ദിവ്യദാസ അവരെവിടെ പോയി? അവരിപ്പോൾ ചർച്ചയിൽ വരുന്നില്ല. എന്താ കാരണം? അവർ പറയുന്നത് അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ സഭയ്ക്ക് വേണ്ടി ചെയ്തു, ഒരുപാട് ദൈവസന്നിധിയിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അവരുടെ കാര്യത്തിന് വിടുതലില്ലാത്തത് കൊണ്ട് അവർ ആരാധന മുടക്കി വീട്ടിലിരിക്കുക. ഇനി കർത്താവ് വേണ്ടെന്നാണ് അവരുടെ. ഹലോ, അതല്ല ആത്മീയത. എല്ലാത്തിനും വിടുതൽ കിട്ടുന്നതല്ല ദൈവമക്കളെ ആത്മീയത. ഇന്ന് പകലിൽ ആഴമായ ആത്മീയത എന്തെന്ന് ചോദിച്ചാൽ പൗലോസ് പറയും, വിടിവിക്കപ്പെടുന്നതല്ല, വിടുതൽ കിട്ടുന്നതല്ല, അതിനെ കളപ്പുറമാണ് കർത്താവാരെന്ന് തിരിച്ചറിഞ്ഞുള്ള ഒരുവന്റെ സമർപ്പണമുള്ള ആത്മീയത. ആ ആത്മീയതയ്ക്കകത്താണ് ദൈവപ്രവൃത്തിയുടെ പകർച്ച വീഴുന്നത്. അങ്ങനെ ഉള്ളതിനെയാണ് ഈ തലമുറയിൽ ദൈവത്തിന് ഉപയോഗിക്കാനുള്ളത്. ഹല്ലേലൂയ. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തോട് അപേക്ഷ തമ്പുരാൻ അനുവദിച്ചില്ല. പകരം കർത്താവ് പൗലോസിന് കൊടുത്ത മറുപടി പൗലോസ് പ്രതീക്ഷിക്കാത്ത മറുപടിയാണ്. അടുത്ത വാക്യം എന്തെന്നറിയാമോ? കർത്താവ് പൗലോസിനോട് പറയാതെ പറയുന്നൊരു ശബ്ദമുണ്ട്. പൗലോസേ, നീ എൻ്റെ സന്നിധിയിൽ ഇത് മാറണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം നിനക്കിത് സഹിക്കുക പ്രയാസമാണെന്ന്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, എൻ്റെ കൃപ നിനക്ക് തരാം, എൻ്റെ ശക്തി. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ തന്നെ കുറിച്ചു വെച്ചൊരു ദൂതുണ്ട് 10-ാം അധ്യായത്തിൽ. 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, അവൻ നമുക്ക് സഹിക്കാൻ കഴിയാത്തതിനു മീതെ പരീക്ഷ നേരിടാതെ പരീക്ഷയോട് കൂടെ, അതാ ഇത് നിനക്ക് സഹിക്കാൻ പറ്റിയാൽ എനിക്കറിയാം, പക്ഷേ ഒരു പോക്കുവഴി. അതാണ് എൻ്റെ കൃപ, അതാണ് എൻ്റെ ശക്തി. സഹിക്കാൻ നീ ഏൽപ്പിക്കപ്പെട്ടാൽ കൃപ പകരാൻ അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിന്റെ പ്രതിസന്ധിയിൽ അവനെ നീ ഏൽപ്പിക്കാൻ തയ്യാറായാൽ അവൻ്റെ ശക്തി പകരാൻ അവൻ വിശ്വസ്തനാണ്. ഒറ്റ ദൂതുകൂടെ പറഞ്ഞിരിക്കുന്ന നിർത്തണം. ഇത് ഈ ശക്തി ഏതാണെന്നറിയാമോ? ഇത് അവൻ്റെ ശക്തിയാണ്. ഈ കൃപ അവൻ്റെ കൃപയാണ്. ആരുടെ? കർത്താവിൻ്റെ കൃപ. കർത്താവിൻ്റെ കൃപ. ഈ കൃപയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഈ കൃപ കർത്താവിൻ്റെ മേൽ വ്യാപരിക്കപ്പെട്ട കൃപയാണ്. ഇച്ചും കൂടെ ആഴമായി പറഞ്ഞാൽ അതൊരു വെളിപ്പാടാണ്. ആഴമായി പറഞ്ഞാൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്നോട് പറഞ്ഞു, ദൂതിതാ കുഞ്ഞേ, പൗലോസിൻ്റെ പ്രാർത്ഥനാമുറി ഞാനിത് പകരുമ്പോൾ ഇതൊരിക്കലും എൻ്റെ പ്രാർത്ഥനാമുറി വീണതാ. ആരുടെ? യേശു കർത്താവിൻ്റെ. അതെവിടെയാ? അതാണ് ഗതശമന. പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ തന്നെയാ യേശുവും പ്രാർത്ഥിച്ചത്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കൽ നിന്ന് നീക്കണമേ. പക്ഷേ പൗലോസ് പറയാത്തൊരു കാര്യം യേശുവോട് പറഞ്ഞു കേട്ടോ. എങ്കിലും എൻ്റെ പൗലോസേ, നിനക്ക് പറ്റിയതെന്താണെന്നറിയാമോ? നിന്റെ ഇഷ്ടം പറഞ്ഞ് നീ എഴുന്നേറ്റ് പോയി. പക്ഷെ നീ പറയേണ്ടത് നിന്റെ ഇഷ്ടം മാത്രമല്ല, ദൈവ ഇഷ്ടത്തിനു വേണ്ടി ഒന്ന് സമർപ്പിക്കാൻ കൂടെ നീ തയ്യാറായിരുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥന പൂർണ്ണമായേനെ. പ്രാർത്ഥിക്കുന്നവനോട് തമ്പുരാൻ ഇന്ന് രാവിലെ പറയുന്ന ദൂതെന്തെന്നറിയാമോ? ഇഷ്ടം പ്രാർത്ഥനാമുറി പങ്കുവെക്കുന്നത് തെറ്റല്ല, ഇല്ലേ? നമ്മുടെ ആഗ്രഹം
നമുക്ക് നമ്മുടെ അപ്പനോട് അല്ലാണ്ട് വേറെ ആരോട് പറയാൻ പറ്റും? നല്ലതാ. പക്ഷെ അത് പങ്കുവെക്കുമ്പോൾ നീ മനസ്സിലാക്കണം, നീ നുകമേറ്റവനാ. നിന്റെ ഇഷ്ടത്തെക്കാൾ പ്രാധാന്യം നിന്റെ മേൽ നുകം വച്ചവനാ. ഹല്ലേലൂയ. അവന്റെ ഇഷ്ടം ചെയ്യാനാ നിന്നെ വിളിച്ചതെന്ന് നീ അറിയാതെ പോകരുത്. നിന്റെ ആഗ്രഹം നീ ദൈവത്തോട് പങ്കുവെക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടമാണോ ഞാൻ ഈ പങ്കുവെക്കുന്നതെന്നുള്ള ചിന്ത കൂടെ നിന്റെ ഉള്ളിൽ വരുമ്പോൾ നീ പറയൂ, ദൈവമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം. അവിടെയാണ് ഒരുവന്റെ പ്രാർത്ഥന പൂർണ്ണമാകുന്നത്. തമ്പുരാൻ പറഞ്ഞു, ഞാൻ ഹല്ലേലൂയ എൻ്റെ ഇഷ്ടം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ഞാൻ അവിടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, പിതാവേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. അവിടെ എന്താ എഴുതി വച്ചിരിക്കുന്ന അടുത്ത വാക്യം? ഒരു ദൂതൻ ഇറങ്ങി അവനെ ശക്തീകരിച്ചു. അങ്ങനെയല്ലേ? ഒരു ദൂതൻ ഇറങ്ങി ആരെ? യേശുവിനെ ശക്തീകരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എബ്രായ ലേഖനത്തിൽ, പാപം ഒഴികെ അവൻ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാൽ അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അവൻ ബലഹീനനായെന്നാണ് വചനം. എന്ന് പറഞ്ഞ അവൻ എവിടെയാ ബലഹീനനായത്? അവൻ ബലഹീനനായത് ക്രൂശിലല്ല, അവൻ ബലഹീനനായത് ഗതശമനയ്ക്കകത്ത് വെച്ച ഇന്ന് പകലിലെ ആ ബലഹീനതയുടെ നടുവിൽ അവന്റെ മേൽ പകർന്നൊരു വലിയ ബലമുണ്ട്. അവന്റെ മേൽ വീണൊരു വലിയ ശക്തിയുണ്ട്. കർത്താവ് പൗലോസിനോട് പറയുക, പൗലോസേ, ആ ശക്തി നിന്റെ ബലഹീനതയിൽ ഞാൻ പകർന്നു തരാം. സംഭവിച്ചത് എന്തെന്നറിയാമോ? പിന്നീടുള്ള പൗലോസിന്റെ ലേഖനങ്ങളിൽ, ഗലാത്യ ലേഖനത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ, പൗലോസ് അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, അവൻ്റെ ശക്തി എൻ്റെ അല്ല. ആ റോമാലേഖനത്തിൻ്റെ അകത്ത് തന്നെ, കൊരിന്ത്യ ലേഖനത്തിൻ്റെ അകത്ത് തന്നെ 12-ാം അധ്യായം അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ബലഹീനതയിൽ സന്തോഷിക്കുന്നു. ഇന്ന് പകലിൽ നിന്റെ മേൽ വ്യാപരിക്കപ്പെടുന്ന ദൈവശക്തി നിന്റെ ബലഹീനതകൾക്കകത്ത് നിനക്ക് സന്തോഷം തരാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് കാരാഗ്രഹത്തിന്റെ അകത്ത് പൗലോസിന് സന്തോഷിക്കാൻ കഴിയുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ പോവുകയാണ്. ശ്രദ്ധിച്ചേ, ഒറ്റപ്പദം പറയാം. ഈ പൗലോസ് പ്രവർത്തികളുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് കുറിച്ച് വച്ചിരിക്കുകയാണ്, ആസിയിൽ പൗലോസ് മുഖാന്തരം ദൈവം അസാധാരണ വീര്യപ്രവർത്തികളെ ചെയ്തു. എന്നിട്ട് അടുത്ത വാക്യം, പൗലോസിൻ്റെ ഉത്തരീയവും റൂമാലും കൊണ്ട് ചെന്നിട്ടെടുത്ത്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഉത്തരീയം കൊണ്ട് ചെന്നിട്ടെടുത്ത് സൗഖ്യം, ഈ റൂമാൽ കൊണ്ട് ചെന്നിട്ടെടുത്ത്. ഇത് ചുമക്കുന്ന ശരീരമോ? ഇത് ചുമക്കുന്ന ശരീരമോ എന്ന് പറഞ്ഞാൽ അസാധാരണമായി സൗഖ്യമാക്കാനുള്ള കരുത്ത് ഈ വസ്ത്രത്തിന്റെ മേലുണ്ട്. പക്ഷേ ഇത് ചുമക്കുന്ന ശരീരം ബലഹീനമാണ്. എന്താ ദൂതെന്നറിയാമോ? ഇന്ന് രാവിലെ നിന്റെ മേൽ പകർന്ന ദൈവകൃപ നിന്നെ വിടുവിക്കാനല്ല, പിന്നെയോ നിന്നിലൂടെ അനേകരെ വിടുവിച്ച് പുറത്തു. ഇത് മനസ്സിലാക്കുന്ന ദൈവവൈതലിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ചിലരൊക്കെ പറയുന്നില്ലേ, എനിക്ക് വിടുതൽ കിട്ടാതെ ഞാൻ എങ്ങനെ യേശുവിനെ കുറിച്ച് പറയും? ചിലരുടെ ചോദ്യ, ദൈവദാസ, എൻ്റെ കുഞ്ഞിന് വിടുതലില്ല, സുവിശേഷയുടെ വേലയുടെ വിളി എനിക്കറിയാം, പക്ഷെ എൻ്റെ കുഞ്ഞിന് വിടുതലില്ലാതെ ഞാൻ മറ്റവനോട് എങ്ങനെ വിടുവിക്കുന്ന യേശുവിനെ കുറിച്ച് പറയും? ദൂതിത, പൗലോസിന് വിടുതലില്ല. പൗലോസിനോട് ചോദിച്ചേടോ, നിങ്ങൾക്ക് വിടുതലില്ലല്ലോ, പിന്നെ നിങ്ങളെന്താ വിടുതലിനെ കുറിച്ച് പ്രസംഗിക്കുന്നേ? പൗലോസ് പറയും, ഇത് വാക്കല്ല, ഈ റൂമാല് കൊണ്ട് ഇന്നിട്. നിന്റെ ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന വിടുതൽ നിനക്ക് കാണാൻ പറ്റൂ. ഇന്ന് പകല് നീ കൈവയ്ക്കാൻ തയ്യാറാണെങ്കിൽ അത്ഭുതം ചെയ്യാൻ ദൈവം റെഡിയാന്ന്. നിന്നെ പ്രൂവ് ചെയ്യുന്നത് മനുഷ്യനല്ല, നിന്നെ പ്രൂവ് ചെയ്യുന്നത് ദൈവമാണ്. ഇന്ന് രാവിലെ വിശ്വസിക്കാൻ തയ്യാറായവർ ഈ പകലിൽ എഴുന്നേൽക്ക്. നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി നിന്നെ വിടുവിക്കാനല്ല, പിന്നെയോ നിന്നിലൂടെ പട്ടണങ്ങളെ വിടുവിക്കാൻ. ഒരുമിച്ച് കണ്ണുകളെ ഒന്നടയ്ക്കാമോ? ദൈവസന്നിധിയിൽ ഒരുമിച്ച് എഴുന്നേറ്റൊന്ന് നിൽക്കാൻ കഴിയുമെങ്കിൽ ഒരുമിച്ച് ഒന്ന് എഴുന്നേൽക്കാമോ? ഒരു വാക്ക് ഈ ദൂതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ.
അപ്പച്ചായുടെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ചേ. വ്യക്തിപരമായ വിടുതലില്ലായ്മയിൽ തേങ്ങുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. ഇന്ന് രാവിലെ ഈ ദൂത് പ്രസംഗിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ ഇടപെട്ടു. കാലങ്ങളായി നീ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥനാ പായ്ക്കകത്ത് തളർന്നു വീണ് കിടക്കുന്നവളാണോ? നിന്റെ ഉള്ളം നിന്നോട് പറയുന്നുണ്ടോ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന്? കർത്താവ് നിന്നെ തള്ളിക്കളഞ്ഞെന്നാണോ നീ ചിന്തിക്കുന്നേ? പൗലോസിനോടൊരു ചോദ്യം ഇല്ലേ? ദൈവദാസ, ഇത്രയേറെ കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി ഓടിയിട്ട് വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥിച്ചൊരു വിടുതൽ നേടാൻ കഴിയാത്തത് നിങ്ങളെ തളർത്തിയോ, നിരാശപ്പെടുത്തിയോ? ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് മറുപടി പറയും. റോമാലേഖനത്തിന്റെ അകത്ത വാക്യമുണ്ട്. പൗലോസ് പറയുന്നു, ഞാനും എൻ്റെ യേശുവും തമ്മിലുള്ള ബന്ധം ഒരു വിടുതലിന്റെ ലേബലിലല്ല. കഷ്ടതയ്ക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ ജീവനോ യേശു ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ സ്നേഹബന്ധത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയത്തില്ലെന്ന് ഞാൻ നിർണയിച്ചിരിക്കുന്നു. ദൈവത്തിലെ യേശുവിനെ അറിയോ നിനക്ക്? യേശുവുമായിട്ടുള്ള നിന്റെ ബന്ധം എന്താ? ഏതെങ്കിലും ഒരു വിടുതലില്ലായ്മ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നെ അടർത്തി മാറ്റുന്നുണ്ടോ? നീ തളരുന്നുണ്ടോ? നോ. ഈ ലോകത്തിന്റെ ഒരു ശക്തികൾക്ക് സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു ബന്ധം. അതാണ് എബ്രായ ബാലന്മാർ പറഞ്ഞ, അവൻ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും. ഈ ആരാധനയുടെ പകലിൽ ഉപവാസത്തിന്റെ 14-ാമത്തെ പ്രഭാതത്തിൽ കർത്താവ് നിന്നെ വിളിക്കുന്നു. തിബരിയാസിൽ ശിഷ്യന്മാരെ തേടി വന്ന യേശുവിന് പത്രോസിനോട് ചോദിക്കാൻ ഒറ്റ ചോദ്യം, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒരു സ്നേഹത്തിന്റെ പകർച്ച ഇന്ന് രാവിലെ നിന്റെ മേൽ വീണാൽ നിനക്ക് അവനെ വിട്ട് മാറാൻ കഴിയത്തില്ല. വിടുതൽ കണ്ടവരെല്ലാം കർത്താവിനെ വിട്ടുപോകും. പക്ഷെ സ്നേഹത്തിൽ ബന്ധിക്കപ്പെട്ടവന് കർത്താവിനെ വിട്ടുപോകാൻ കഴിയത്തില്ല. ഈ പകൽ നിന്റെ മേൽ വീഴേണ്ടത് സ്നേഹമാ. പൗലോസ് കണ്ടത് സ്നേഹമാ. ആ സ്നേഹം പൗലോസ് കണ്ടത് ക്രൂശില്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഞാൻ അറിഞ്ഞ അറിവൊന്നുമല്ല, അതെല്ലാം ഞാൻ ചവറന്നിടുന്നു. ഞാൻ ക്രൂശിൽ ഒരുവനെ കണ്ടു. കൊരിന്ത്യരോട് പൗലോസ് പറയുന്നു, ഞാനും ഒന്നും പറയാനില്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. ആ സ്നേഹം ഈ പകല് നിന്നെ നിർബന്ധിക്കണം. പരാതികൾ മാറ്റിവെക്കുക, പരിഭവങ്ങൾ മാറ്റിവെക്കുക. ഉപവാസത്തിന്റെ 14-ാമത്തെ പ്രഭാതത്തിൽ ഒരു സമർപ്പണത്തിലേക്ക് നീ വാ. ഒരു ഉടമ്പടിയിലേക്ക് നീ കയറി വാ. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട് കേട്ടോ. നിന്റെ തലമുറ ആവശ്യമുണ്ട്. ഒരു കാലഘട്ടം നീ കർത്താവിന്റെ സന്നിധിയിൽ നിന്നു, ദൈവത്തോട് ഉടമ്പടി ചെയ്തു, ദൈവം നിന്റെ ഉടമ്പടിയെ മാനിച്ചു, നിനക്ക് പലതും തന്നു. നീ കർത്താവിന് എന്തു കൊടുത്തു? കർത്താവുമായി കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? ഇന്ന് രാവിലെ ആ ദൈവസ്നേഹത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക. കർത്താവിന്റെ കൃപ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. വിടുതലിന്റെ ബന്ധമല്ല, ആ സ്നേഹബന്ധത്തിന്റെ ആഴം ഇന്ന് രാവിലെ നമ്മളെ തൊടട്ടെ. ഈ പ്രാർത്ഥന കഴിഞ്ഞ് നീ മടങ്ങുമ്പോൾ ഒരു ഉടമ്പടിയോടെ വേണം നീ മടങ്ങാൻ. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളോട് ഇടപെട്ട ദൂതുകൾക്കായി സ്തോത്രം. കർത്താവേ, അങ്ങയുമായിട്ടുള്ള ബന്ധം ഇന്ന് രാവിലെ പരിശോധിക്കാൻ അവിടെ ഞങ്ങളോട് ഇടപെട്ടല്ലോ. 10 വർഷം, 15 വർഷം, 20 വർഷം, 25 വർഷം, അതിലധികം. ദൈവം ഇന്ന് പകല് തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറ്റം എഫെസോസിലെ സഭയെ കുറിച്ച് പറഞ്ഞതുപോലെ, അപ്പാ എന്നിലൊരു ക്രമം വരേണ്ട കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ ആ ദൂതിന് മുമ്പിൽ എന്നെ തരുന്നു. ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഈ പകലിൽ തമ്പുരാന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം തൊടുന്നുണ്ട് ഇന്ന് രാവിലെ ചിലതിനെ, കർത്താവ് തൊടുന്നുണ്ട് ഇന്ന് രാവിലെ ചിലതിനെ. ചില ഉള്ളത്തോട് ദൈവാത്മാവ് ഇടപെടുന്നത് ഞാൻ ആത്മാവിൽ അറിയുന്നുണ്ട്. പ്രിയ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ കൃപയാവനിക്കണം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. മഹനീയം ചർച്ചിന്റെ മേൽ ദൈവം തുറന്നിട്ടിരിക്കുന്ന അസാധാരണ മാൻഡിലിനായി സ്തോത്രം.
ഈ രാജ്യത്തെ പിടിക്കാൻ ഈ ദൈവസഭയെ ദൈവം അധികാരപ്പെടുത്തിയിരിക്കുന്നതിനായി സ്തോത്രം. പട്ടണങ്ങൾ തുറക്കട്ടെ, ദേശങ്ങൾ തുറക്കട്ടെ. ദൈവസ്നേഹത്തിൽ പിടിക്കപ്പെട്ട ഒരു തലമുറ ഈ പട്ടണത്തിന്റെ നടുവിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. അസാധാരണമായി ദൈവ സാന്നിധ്യത്തെ വഹിക്കുന്നവർ ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ പ്രാർത്ഥിക്കുന്നു. സഭയെ അനുഗ്രഹിക്കുന്നു. അഭിഷേകദാസനെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഇവിടെ മുഴങ്ങി ഓരോ പ്രവചന ശബ്ദങ്ങളും യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ. അത്ഭുതം ചെയ്തതിന് നന്ദി. സന്നിധിയിൽ താഴ്ത്തുന്നു. കൃപ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പരിശുദ്ധ പിതാവേ.